പ്രതിപക്ഷ പാർട്ടികളുടെ കടുത്ത എതിർപ്പിനിടെയാണ് ഏക സിവിൽ കോഡ് നടപ്പാക്കുവാനുള്ള നീക്കവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നത്. ഇതിന്റെ ഭാഗമായി ഏകീകൃത സിവിൽ കോഡ് ബില്ല് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കുവാനാണ് തീരുമാനം. ഇതിന് ആദ്യപടിയായി ബില്ലിന്റെ തയ്യാറെടുപ്പിന് നിയമ കമ്മീഷനെ പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിളിപ്പിച്ചിട്ടുമുണ്ട്. നിയമ കമ്മീഷൻ അംഗങ്ങളോട് ജൂലൈ 3 ഹാജരാകുവാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ യോഗത്തിൽ ഉത്തരാഖണ്ഡ് സമിതിയുടെ റിപ്പോർട്ടും ആധാരമാക്കുകയും നിയമ കമ്മീഷന്റെയും നിയമ മന്ത്രാലയത്തിന്റെയും പ്രതിനിധികളോട് പാർലമെന്ററി സമിതി അഭിപ്രായം ആരായുകയും ചെയ്യും. പ്രധാനമന്ത്രി പറഞ്ഞത് വെറുതെയല്ലെന്ന തുടർ സൂചനകൾ നൽകിയാണ് ഏക സിവിൽ കോഡിൽ സർക്കാരിന്റെ നീക്കങ്ങൾ. അതേസമയം സിവിൽ കോഡിനെതിരെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നുമില്ലാതെ ഒരുമിച്ച് നിൽക്കുവാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. സംഘടനകൾ സഹകരിക്കേണ്ട സമയമാണിതെന്നും സിവിൽ കോഡിനെതിരെ എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടത് ആവശ്യമാണ്, അതിനാൽ കാന്തപൂരവുമായിട്ടുള്ള സഹകരണം ലീഗ് ആഗ്രഹിക്കുന്നുവെന്നും മലപ്പുറത്ത് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. അതേസമയം ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നത് സംബന്ധിച്ച് BJP നേതാവ് കപിൽ മിശ്രയും രംഗത്തെത്തിയിരിക്കുകയാണ്. ഏക സിവിൽ കോഡ് ഓഗസ്റ്റ് 5 കപിൽ മിശ്ര ട്വീറ്റ് ചെയ്തു. രാമക്ഷേത്ര നിർമ്മാണ തീരുമാനമെടുത്തതും കശ്മീർ പുനഃസംഘടനാ തീരുമാനം വന്നതും ഓഗസ്റ്റ് 5 അതിനാൽ തന്നെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതും ഓഗസ്റ്റ് 5 ആയിരിക്കുമെന്നാണ് കപിൽ മിശ്ര ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ആദ്യ നിയമനിർമ്മാണമായിരിക്കും ഏക സിവിൽ കോഡ് എന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് തീയതിയിൽ ഒരു BJP നേതാവ് നിലപാട് പറയുന്നത്. നമുക്കറിയാം, ഏക സിവിൽ കോഡിനെ ചൊല്ലി പ്രതിപക്ഷ നിരയിൽ ഭിന്നതകൾ രൂക്ഷമാണ്. മണിപ്പൂർ കലാപം പോലെ തന്നെ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാനുള്ള പ്രധാനമന്ത്രിയുടെ തന്ത്രം എന്ന പ്രതിരോധം ഉയർത്തുമ്പോഴും കോൺഗ്രസ് ഇതുവരെ നിലപാടിൽ എത്തിയിട്ടില്ല എന്നതാണ് സത്യം. രാജസ്ഥാൻ, മധ്യപ്രദേശ് തിരഞ്ഞെടുപ്പുകൾ അടുത്തുള്ളതിനാൽ സിവിൽ കോഡിനെ എതിർത്താൽ മുസ്ലിം പ്രീണനമെന്ന ആക്ഷേപം BJP ഉയർത്തും. സമൂഹത്തെ വിഭജിപ്പിക്കുവാനുള്ള സംഘപരിവാർ നീക്കമെന്ന് ചൂണ്ടിക്കാട്ടി പാർലമെന്റിനകത്തും പുറത്തും നീക്കത്തെ ശക്തമായി എതിർക്കുവാനാണ് CPM, CPI, സമാജ്വാദി പാർട്ടികൾ, DMK തുടങ്ങിയ കക്ഷികളുടെ തീരുമാനം. മുസ്ലിം വ്യക്തി നിയമ ബോർഡും അടിയന്തര യോഗം ചേർന്ന് ഏക സിവിൽ കോഡ് നടപ്പാക്കുവാൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലപാട് സംബന്ധിച്ച വിശദമായ രേഖ നിയമ കമ്മീഷന് സമർപ്പിക്കും. എന്തായാലും വരുന്ന 14 വരെയാണ് നിയമ കമ്മീഷൻ പൊതുജനങ്ങളുടെയും സംഘടനകളുടെയും അഭിപ്രായം കേൾക്കുവാൻ സമയം നൽകിയിരിക്കുന്നത്.